ഈ ക്രിസ്ത്യാനികൾ ഇവന്മാർ അവരുടെ സ്വാർത്ഥ താല്പര്യ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് ഒരുപാട് തന്ത്രങ്ങൾ പയറ്റിയിട്ടുള്ളവരാണ്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം എല്ലാ കാലഘട്ടത്തിലും ആർജവത്തോടുകൂടി അല്ലാതെ ചിന്തിച്ച ഒരേ ഒരു സമൂഹം ഈ ക്രിസ്ത്യൻ സമൂഹമാണ്. നമുക്കെല്ലാവർക്കും അറിയാം, പാരവെപ്പ്, ചതി, വഞ്ചന, കുതികാൽ വെട്ട്, ഇതൊക്കെയാണ് അവരുടെ പ്രധാന പരിപാടികൾ. നമുക്കെല്ലാവർക്കും അറിയാം. പള്ളിയിൽ അച്ഛന്മാരടക്കം അവരുടെ പരിപാടി അതാണ്. ഒന്ന് കാണാണ്ട് അവരൊന്ന് ചിരിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പുറകിൽ ഒരു കുളത്തുണ്ടാവും എന്നർത്ഥം. ഉറപ്പാണ്. കേരളത്തിൽ വിശ്വസിക്കാവുന്ന രണ്ട് സമുദായം, പാവപ്പെട്ട കുറേ ഹിന്ദുക്കൾ. ഇപ്പോഴത്തെ ഹിന്ദുത്വവാദികളല്ല, അറസുകാരല്ല, ഹിന്ദുക്കളും അതുപോലെ തന്നെ പാവപ്പെട്ട ഹിന്ദുക്കൾ, അതുപോലെ തന്നെ മുസ്ലിങ്ങൾ. എല്ലാവരും പറയും മുസ്ലിങ്ങൾക്ക് രണ്ട് സ്വഭാവം. ദേഷ്യം വന്നാൽ ദേഷ്യം, അത് അങ്ങേറ്റത്. അതുപോലെ തന്നെ ശാന്ത സ്വഭാവമാണെങ്കിൽ അതിൻ്റെ അങ്ങേറ്റം. രണ്ട് എക്സ്ട്രീമാണ്. ചിരിച്ചുകൊണ്ട് അവരാരും മാന്തി പറിക്കാറില്ല. ദേഷ്യം വരുമ്പോൾ ചിരിക്കാറില്ല. ആർജവുമുണ്ട്, സത്യസന്ധതയുണ്ട് എന്ന് സാരം. ഇവരുടെ ഈ ഇറ്റലി പ്രേമം, റോമൻ പ്രേമം, അത് വെച്ചുകൊണ്ട് മാർപ്പാപ്പ എന്ന് പറയുന്നവൻ, അവനാണ് ഈ ലോകമഹായുദ്ധങ്ങളുടെ മുഴുവൻ പുറയിൽ കളിക്കുന്നവൻ. ഹിറ്റ്ലറുടെ കളിയുടെ പുറയിലടക്കം, മുസോളിനി അടക്കം, ഒമർ മുഖ്താറിനെ കൊന്നതിൻ്റെ പുറകിലും, ഗദ്ദാഫിയെ കൊന്നതിൻ്റെ പുറകിലും, സദ്ദാം ഹുസൈനെ കൊന്നതിൻ്റെ പുറകിലും, അഫ്ഗാനിസ്ഥാനിൽ വെറുതെ കയറി നക്കാൻ നോക്കിയതിൻ്റെ പേരിലും, ഇറാഖിലും ഇറാനിലും എല്ലായിടത്തും ഇവരെ ആരാധിക്കും ചെയ്യാൻ. അപ്പോൾ അതിൻ്റെ പുറകിലൊക്കെ ഈ കളികളുണ്ട്. ആധ്യാത്മിക നേതൃത്വം പറഞ്ഞ് ഒരുത്താനിരിക്കുന്നുണ്ട്. അവൻ്റെ കളികൾ ഭയങ്കരമായിട്ടുണ്ട്. 2 ലോകമഹായുദ്ധങ്ങൾ കഴിഞ്ഞു, നമുക്കറിയാം. ഇനിയും ലോകമഹായുദ്ധങ്ങൾ വന്നേക്കാം. അതല്ലെങ്കിൽ ചെറിയ യുദ്ധങ്ങൾ വന്നേക്കാം, ഉണ്ടാകാം, ഉണ്ടാകാതിരിക്കട്ടെ, പക്ഷെ ഉണ്ടാകാം. അങ്ങനെ വരുമ്പോൾ ബോംബൊക്കെ വർഷിക്കുന്ന സമയത്ത് നിങ്ങൾക്കറിയാമോ, ഒരു രാജ്യത്ത് പോയിട്ട് അമേരിക്ക ബോംബ് വർഷിക്കുന്നു. ആ ബോംബ് ഒരിക്കൽ പോലും ഒരു പള്ളി സങ്കേതത്തിൽ വന്ന് വീഴരുത്. ഒരു പള്ളി അവിടെ ഉണ്ട്, അതിന് ചുറ്റുപാടുമായിരിക്കുമല്ലോ. മിക്കവാറും 100 ക്രിസ്ത്യാനി ഉണ്ടെങ്കിൽ 90 ക്രിസ്ത്യാനിയും ആ പള്ളിയുടെ ചുറ്റുവട്ടത്തായിരിക്കും താമസിക്കുക. കാരണം അമ്പലത്തിന് മുമ്പിൽ തന്നെ താമസിക്കണമെന്ന് ആഗ്രഹമുള്ളൊരു ക്രിസ്ത്യാനി ഉണ്ടാവില്ലല്ലോ. അപ്പോൾ യുദ്ധം ചെയ്യുന്ന സമയത്ത് ചർക്കപ്പുറക്കെ ബോംബിടുമ്പോൾ എങ്ങനെയാണ് ക്രിസ്ത്യാനികളെ രക്ഷിക്കുക? എങ്ങനെയാണ് പള്ളിയെ സംരക്ഷിക്കുക? അറിഞ്ഞോ അറിയാതെ പള്ളിയുടെ കൊണ്ട് ബോംബിട്ടാലോ? വീട്ടില്ല. അതിന് വലിയൊരു ടെക്നോളജി അവർ കണ്ടുവച്ചിട്ടുണ്ട്. അതാണ് പറയുന്നത്, ഈ ലോകം മുഴുവൻ നശിച്ചാലും ഞങ്ങൾ ബാക്കി ഉണ്ടാവണം എന്നുള്ളൊരു ഗൂഢതന്ത്രം. അത് കേരളത്തിൽ വലിയ രീതിയിൽ പൊട്ടിപ്പോയി. തൃശ്ശൂരിലൊക്കെ നമ്മളുടെ ഒട്ടകം ഗോപാലകൃഷ്ണൻ പറഞ്ഞ പോലെ പറഞ്ഞത് ശരിയാണ്. തൃശ്ശൂർ റൗണ്ടിൽ മുഴുവൻ ഇവന്മാരായിരുന്നു കച്ചവടം. ഇപ്പോൾ കയ്യിൽ ചെക്കിലും ക്യാഷും ഇല്ലാണ്ട് വന്ന സമയത്ത് പൈസയുള്ളവർ അത് വാങ്ങിച്ചു. അവിടെ രാഗം തിയേറ്റർ ഉണ്ടായിരുന്നു. സിനിമ കളിച്ചാൽ ഇപ്പോൾ ഇത്രയും ലാഭം ഉണ്ടാവാൻ പോകുന്നുള്ളൂ. രാഗം വിൽക്കാനൊരു പരിപാടി കിട്ടും. വിൽക്കാനുള്ള പരിപാടി ഇട്ട സമയത്ത് കുറച്ച് മുസ്ലിംസാണ് വന്നത്, ഞങ്ങൾ വാങ്ങിക്കാമെന്ന് പറഞ്ഞത്. സമ്മതിച്ചില്ല എന്നുള്ളതാണ്. കൊടുത്തില്ല, റൗണ്ടിനകത്ത് സ്ഥലം കൊടുത്തില്ല. അത് പിന്നെ അതിൻ്റെ വേറെ ആരോ മറ്റോ വാങ്ങിച്ച് ഇപ്പോഴും അതൊരു ക്രിസ്ത്യൻ തിയേറ്ററായിട്ടാണ് തുടരുന്നത്. പക്ഷേ തൃശ്ശൂർ റൗണ്ടിനകത്തും മറ്റു പലയിടത്തും, ഇന്ന സ്ഥലത്തൊന്നുമില്ല. അതൊക്കെ പ്രവാസികളായിട്ടുള്ള മുസ്ലിങ്ങൾ പൈസ കൊടുത്ത് വാങ്ങി. അപ്പോൾ ഇവരുടെ സാമ്പത്തിക ശേഷി താഴോട്ട് പോയി. സാമൂഹികമായിട്ടുള്ള ശേഷി, രാജനീതിപരമായിട്ടുള്ള ശേഷിയൊക്കെ തകർന്ന് തരിപ്പണമായി. തമ്മിലടിയാണ്. പള്ളിയിൽ അച്ഛൻ്റെ മോന്തക്കുറ്റിക്കിട്ട് അടിക്കുന്നത് എന്തോ നാളെ കണ്ടതാണ്. താടി വെച്ചൊരു അച്ഛൻ എന്തോ പത്രം വാങ്ങിക്കാൻ, പത്രമില്ല, എന്തോ
ഇടയലേഖനം, എന്ത് വൃത്തിയായിട്ട ഭാഷയാണ് ഇടയലേഖനം. കന്നാലി ലേഖനം എന്ന് പറയുന്നല്ലേ കുറച്ചുകൂടി നല്ലത്. ഇടയെന്ന് പറഞ്ഞാൽ കന്നാലികളെ മേച്ചു കിടക്കുന്നവനെയല്ലേ ഇടയെന്ന് പറയുക. അപ്പോൾ ഈ പറ്റി ക്രിസ്ത്യാനികൾ മുഴുവൻ കന്നാലികളാണോ? ആണ്. അല്ലാണ്ട് ഇപ്പോൾ അവരെന്നെ പറയുന്നത് ഇടയലേഖനം. ഇടയൻ ലേഖനം വാങ്ങിക്കുന്നു, കന്നാലികൾ കേൾക്കുന്നു. അത് വായിക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾ ചെയ്താൽ മതില എന്ന് കാര്യം കഴിഞ്ഞു. കന്നാലികൾ കേട്ടോളൂ. അപ്പം അതിനവിടെ വന്ന സമയത്ത് അയാളെ പിടിച്ച് 2 വെച്ച് കൊടുത്തു. അതിനകത്ത് ലഹളയുണ്ടായി. അപ്പോൾ അവിടെ സാമൂഹ്യമായിട്ട് അവരുടെ സെറ്റപ്പ് തകർന്ന് തരിപ്പണമായി. സാമൂഹ്യമായിട്ടും അവർ വീണുപോയി. പിന്നെ സാമ്പത്തികത്തിൻ്റെ അടിത്തറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പള്ളിയെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ളതായിരുന്നു. അത് അവിടെയാണ് ആധ്യാത്മികത പ്രയോഗം നടക്കുന്നത്. കർത്താവായ യേശു ക്രിസ്തുവിന് വേണ്ടിയിട്ടെന്ന് പറഞ്ഞിട്ട് അവിടെ പോയിട്ട് പൈസ ഉണ്ടാക്കി കൊണ്ടിരും. അമേരിക്കയിൽ എല്ലായിടത്തും പോയിട്ട് പലയിടത്തും ജർമ്മനിയിലെ പല സംഘടനകൾ, വേൾഡ് വിഷൻ ഓഫ് ഇന്ത്യയുടെ നേതൃത്വത്തിലേക്കുള്ള സംഘടനകൾ, പല സംഘടനകളുണ്ട്. അവരുടെ 3% ഇങ്ങനെയുള്ള നമ്മളെ പോലുള്ള ദരിദ്ര രാഷ്ട്രം, ഇന്ത്യൻ ദരിദ്ര രാഷ്ട്രം എന്നാണല്ലോ ഇപ്പം 3-4 രാഷ്ട്രങ്ങളുടെ ക്രിസ്ത്യാനിറ്റിയെ വളർത്താൻ വേണ്ടി കൊടുക്കും. അതാണ് ഇവർക്ക് 6 വാങ്ങിക്കുന്നതും മെർസഡസ് 6 വാങ്ങിക്കുന്നതും ഇവർ അരമന സ്വർണം പൂശുന്നു നോക്കി. അതുകൊണ്ടാണ്, അത്തരം കാര്യങ്ങൾ കൊണ്ടാണ് അവരത് ചെയ്തു വന്നിരുന്നത്. അതോടൊപ്പം തന്നെ എന്തെങ്കിലുമൊരു അധിനിവേശം ഉണ്ടാകുന്ന സമയത്ത്, ഇൻവേഷൻ ഉണ്ടാകുന്ന സമയത്ത് ക്രിസ്ത്യാനികൾക്ക് ആ പ്രശ്നം ഉണ്ടാവരുത്. നമുക്കെല്ലാവർക്കും അറിയാം, ബ്രിട്ടീഷ് ഇന്ത്യ ഇവിടെ വന്നു. അവന്മാർ നക്കാനും നാറ്റിക്കാനും അവിടെ വന്നത്. ബ്രിട്ടീഷ് രാജ്ഞി നെഹ്റുവിൻ്റെ വീട്ടിൽ ആനന്ദഭവനിൽ ചെന്നു ക്ഷണിച്ചിട്ട്. അപ്പോൾ ബ്രിട്ടീഷ് രാജ്ഞിയോടൊപ്പം അതിൻ്റെ പട്ടിയുണ്ടായിരുന്നു, 1-2 പട്ടിക്കുട്ടികളുണ്ടായിരുന്നു. അത് കൊണ്ടു കാണുന്നായിരുന്നു. അപ്പോൾ അവിടുത്തെ ആനന്ദഭവനിലെ അടുക്കളയിലെ ഉദ്യോഗസ്ഥന്മാർ ആഹാരം കൊണ്ടുവച്ചു. രാജ്ഞി അത് രാജ്ഞിയുടേതാന്ന് വെച്ചിട്ട് എടുത്ത് തിന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ അവർ പറഞ്ഞു, അയ്യോ ഇത് നിങ്ങൾക്കല്ല, ഇത് പട്ടികളുള്ളതാണ്. ആർത്തിപ്പണ്ടാരങ്ങളായിരുന്നു അവർ. കാരണം ഇവർ ഈ തെണ്ടി നടന്ന് എന്തിനു വേണ്ടിയിട്ടാണ്? അവർ സ്പ്രെഡ് ചെയ്ത് എല്ലായിടത്തും പോയത് എന്തിനു വേണ്ടിയിട്ടാണ്? സ്വന്തം നാട്ടിൽ നിലനിൽപ്പില്ല, സ്വന്തം നാട്ടിലൊന്നും ഇല്ലാത്തത് കൊണ്ട്. ഇന്നിപ്പോൾ ലണ്ടനിലെ സ്ഥിതി, ബ്രിട്ടീഷ് സ്ഥിതി ഏതാണ്? ഏറ്റവും കൂടുതൽ കള്ളത്തരങ്ങളും കൈക്കൂലിയും എല്ലാം ഉള്ളൊരു നാട്ടിൽ ചണ്ടി പണ്ടാര നാടായിട്ട് മാറിയിരിക്കുകയാണ് അത്. പണ്ടത്തെ ബ്രിട്ടീഷൊന്നുമില്ല. കാരണം ഇപ്പോൾ പുറത്തുനിന്നുള്ള വരവൊന്നുമില്ലല്ലോ. ബ്രിട്ടീഷുകാരോട് വന്ന് നമുക്കറിയാം ആധിപത്യം സ്ഥാപിച്ചത്. ഇതുപോലെ തന്നെ ഓസ്ട്രേലിയയിൽ പോയിട്ട് ആധിപത്യം സ്ഥാപിച്ചത് പോർച്ചുഗീസുകാർ ഇവിടെ വന്ന് ഇവിടുത്തെ മുസ്ലിങ്ങളെ തല്ലി തകർത്തത്. അതിന് ഇവിടുത്തെ ക്രിസ്ത്യാനികൾ കൂട്ടുനിന്നിട്ടുണ്ട്. സാമൂതിരിയുടെ ഒപ്പമുണ്ടായിരുന്ന ആൾക്കാർ അവിടെ ഉണ്ടായ അരിയൊക്കെ എടുത്തിട്ട് ഇവർക്ക് കൊടുത്തിട്ടൊക്കെയുള്ള ചരിത്രമൊക്കെ ഉണ്ടായിട്ടുണ്ട്. എന്നിട്ട് അവർ കൊന്നില്ല, ഗോവയിലേക്ക് നാട് കടത്തുകയാണ് ചെയ്തത്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ തങ്ങളുടെ നിലനിൽപ്പ് അത് മാത്രമേ അവർക്ക് നോട്ടം. അതിന് ഈ ലോകത്തെ ഏത് രീതിയിൽ നശിപ്പിക്കാനും നാരണക്കല്ലെടുക്കാനും അവർ തയ്യാറാണ്. പക്ഷേ അവരുടെ നിലനിൽപ്പ് ഇപ്പോൾ ഏതവസ്ഥയിലെത്തി നമുക്ക് എല്ലാവർക്കും അറിയാം. ക്രിസ്ത്യൻ മതം അന്തർദേശീയ ലെവലിൽ തന്നെ തകർന്ന് തരിപ്പണായിക്കൊണ്ടിരിക്കുകയാണ്. കേരളത്തിൽ നമ്മളത് കാണുന്നുണ്ട്. ഇതേ ഉഗാണ്ടയിൽ തരിപ്പണായെന്നോ അല്ലെങ്കിൽ ക്രൊയേഷ്യയിൽ തരിപ്പണായെന്നോ പറഞ്ഞിട്ട് നമ്മൾ നുണ പറയുന്നതല്ല. കേരളത്തിൽ കണ്ടില്ലേ? കേരളത്തിൽ തകർന്നു. ഇനി ഒരിക്കൽ പോലും തിരിച്ചു പിടിക്കാൻ കഴിയാത്ത രീതിയിൽ തകർന്നു കഴിഞ്ഞു. അത് ഓർത്തഡോക്സ് അതുപോലെ തന്നെ യാക്കോബായ സഭകൾ തമ്മിൽ കണ്ടുകഴിഞ്ഞാൽ തുപ്പുന്നൊരവസ്ഥയായി. തമ്മിൽ അത്രത്തോളം വൈരാഗ്യമായി. ഇനിയിപ്പോൾ കാത്തലിക്കിൻ്റെ ഇടയിൽ ചന്തി കാണിക്കൽ പരിപാടി, ചന്തി കാണിക്കണോ എന്നുള്ള, അതോ മുൻഭാഗം കാണിക്കണോ പിൻഭാഗം കാണിക്കണോ, അതിൻ്റെ പേരിൽ അടി ആരംഭിച്ചു. ആ അടിയും അതുപോലെ നിൽക്കട്ടെ. മറ്റേ കർത്താവ് യേശു ക്രിസ്തുവേ നിന്നെ അപമാനിക്കുന്ന ആ സഭ പൊളിഞ്ഞ് പാളീസാവണം. കല്ല് അവശേഷിക്കാത്ത രീതിയിൽ പൊളിഞ്ഞ് പാളീസാവണം. എന്നിട്ട് ഞങ്ങൾക്കൊന്ന് ചിരിക്കണം. ഞങ്ങളിപ്പോഴേ ചിരിച്ചു തുടങ്ങിയത് വേറെ കാര്യം. അപ്പോൾ പറഞ്ഞു വരുന്നൊരു കാര്യം, ഈ കുരിശും വെച്ചുള്ള കളി നിസ്സാര കളിയല്ല. ഇത് തമ്മിൽ ഈ കുരിശു നാട്ടി നടക്കുന്നത് കാറിൽ പോകുന്ന സമയത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഇവന്മാരുടെ കാറ് കുരിശ്, ഇവരുടെ എല്ലാ കാലത്തുമേ കുരിശ് കാണാം. അപ്പം അത് കൊണ്ടുപോകുന്ന സമയത്ത് എവിടെ ചെന്ന് കയറിക്കഴിഞ്ഞാലും നമ്മൾ അപ്പന പാർട്ടിയാണ് കേട്ടോ എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഹിന്ദുവിൻ്റെ കാറിൽ വല്ലതും കാണുമോ? ചില ഹിന്ദുവിൻ്റെ കാറിൽ ചിലപ്പോൾ വല്ല ശ്രീകൃഷ്ണൻ്റെ ഫോട്ടോവോ ഒങ്ങി കാണാം.
ഇവരുടെ എല്ലാത്തിലും കുരിശ് നാട്ടിയിട്ട് തന്നെ കാണാം, കഴുത്തിലും കുരിശ് കാണാം. അതെന്തിനു വേണ്ടിയിട്ടെന്ന് വെച്ചാൽ തങ്ങളുടെ ഐഡൻറ്റിറ്റി തെളിയിക്കാൻ, എവിടെ പോയാലും നമ്മൾ അസ്മാദികളാണെന്ന് കാണിക്കാൻ. ഈ ഒരു പരിപാടി, ഈ കുരിശ് പരിപാടി വലിയ രൂപത്തിൽ അവർ കാണിക്കുന്നുണ്ട്. ഇത് നമ്മളാരും അറിയുന്നില്ല. ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങൾ കേൾക്കുന്നവരിൽ എത്ര പേർക്ക് അറിയുമെന്നറിയില്ല. ഈ രഹസ്യം കേട്ടുകൊള്ളുക. ഇവരുടെ പള്ളി പണിതിട്ടുള്ളത്, പള്ളിയുടെ മേൽഭാഗം, അതായത് ഒരു എന്തായാലും പറയുക, ഡ്രോൺ അയച്ചു കഴിഞ്ഞാൽ അതിൽ പള്ളിയുടെ ഫോട്ടോ കൊടുത്ത്, ഏത് പള്ളിയുടെ ഫോട്ടോ കൊടുത്താലും അവരതിൻ്റെ മേലെ പള്ളിയുടെ മേൽഭാഗം ടെറസ് വാർത്തിട്ടുള്ളത് കുരിശിൻ്റെ ആകൃതിയിലാണ്. ഒരു ഹോള്, എന്നിട്ട് അതിൻ്റെ നടുവിൽ കട്ട് ചെയ്തിട്ട് ഇവിടെ അച്ഛന്മാർക്ക്, ഇവിടെ കപ്പ്യാർക്ക് ഉള്ളത്, സാധന സാമഗ്രികൾ താമസിക്കുന്ന ഇപ്പുറത്ത്, അല്ല കൊണ്ടുവയ്ക്കുന്ന ഇപ്പുറത്ത്. ഞാൻ വേണമെങ്കിൽ ഒരു ചെറിയൊരു ഫോട്ടോ വേണമെങ്കിൽ ഞാൻ വരച്ചു വെച്ചു കാണിച്ചു തരാം, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അങ്ങനെ ഇങ്ങനെയാണ് ഇവരുടെ പള്ളിയുടെ മേൽഭാഗം കാണുക. അത് ഡ്രോൺ എടുത്തു കഴിഞ്ഞാൽ ഡ്രോണ് പള്ളി നിൽക്കുമ്പോൾ അതിൻ്റെ മേലെ നോക്കുമ്പോൾ ഇങ്ങനെയാണ് കാണുക ഈ സാധനം. ഇതാണ് ഇവരുടെ ഹോള്. ഇവിടെയാണ് ഇവരന്മാർ വന്നിരുന്നിട്ട് ഇരിക്കുക, ക്രിസംഖ്യയിൽ വന്നിരിക്കുക. ഇതാണ് അൾത്താര, ഇത്രയും ഭാഗം അൾത്താര. ഇത് കപ്പ്യാരും അയാളുടെ സാധനങ്ങളൊക്കെ സൂക്ഷിക്കാനൊക്കെ ആയിട്ടുള്ള പിള്ളേർക്കൊക്കെ വന്നിരിക്കാനുള്ള സ്ഥലം, കോയിറങ്ങി നടത്തുക പിള്ളേർക്ക് അവരുടെ സാധന സാമഗ്രികൾ വയ്ക്കാൻ. ഇത് അച്ഛന് ഇവിടേക്ക് കയറി വരുമ്പോൾ ഇതിന് വേണ്ടിയിട്ടുള്ളൊരു സ്ഥലം. ഇതിൻ്റെ പുറയിൽ പള്ളിയുടെ മറ്റുള്ള സാധനങ്ങളൊക്കെ സൂക്ഷിക്കാൻ. അപ്പോൾ ഇവിടെ ഒരു ചെറിയ വാതിലുണ്ടാവും, ഇവിടെ ഒരു വാതിലുണ്ടാവും, ഇവിടെ ഒരു വാതിലുണ്ടാവും. ഇത് അൾത്താരയും. ഇവിടേക്ക് മനോഹരമായിട്ട് ഇങ്ങനെ ബോർഡ് വെച്ച് അലങ്കരിച്ചിട്ടൊക്കെ ഉണ്ടായിരിക്കും. അപ്പം മേലെ നോക്കുന്ന സമയത്ത് ഇതാണ് കാണുക. ഒരു ഫ്ലൈറ്റൊക്കെ പോകുമ്പോൾ ഇങ്ങനെയാണ് കാണുക. എന്നിട്ട് ഈ ഭാഗം അവർ മേൽഭാഗം, ടെറസിൻ്റെ ഭാഗം കറുപ്പടിച്ചിടും, നല്ല കടും കറുപ്പ് അടിച്ചിടും. അപ്പോൾ മേലേന്ന് ഫ്ലൈറ്റോ മറ്റുള്ള കാര്യങ്ങൾ, ഇപ്പോൾ യുദ്ധം ഉണ്ടാകുമ്പോൾ ബോംബ് ചെയ്യാൻ വരുന്ന ആൾക്കാർ താഴത്തേക്ക് നോക്കുമ്പോൾ കാണാം ഈ ക്രോസ് കാണാം. അതിൻ്റെ അർത്ഥം എന്താ വെച്ചാൽ ഇവിടെ ബോംബിടരുത്, ഇത് നമ്മൾ അസ്മാദികൾ താമസിക്കുന്ന സ്ഥലമാണ്, ഇത് ഇവിടെ ഒരു പള്ളിയുണ്ട് എന്നുള്ളതാണ്. ആലോചിച്ച് നോക്കുക. അപ്പോൾ യുദ്ധം ഉണ്ടാകുന്ന അവർക്ക് അങ്ങനെ ഉറപ്പിച്ചിരിക്കുകയാണ്. അവിടെ സമാധാനത്തിൻ്റെ ദൂതന്മാരെന്നൊക്കെയും പറയവർ. അവർക്ക് യുദ്ധം ഉണ്ടാകണം, എന്നിട്ട് അമേരിക്ക യുദ്ധത്തിൽ വിജയിക്കണം. ഇവിടെ ബ്രിട്ടീഷുകാർ ഭരിച്ച് ബ്രിട്ടീഷുകാരുടെ ഭരണത്തെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തത് നമുക്കെല്ലാവർക്കും അറിയാം ക്രിസ്ത്യാനികളാണ്. കാരണം അവരുടെ ഭരിക്കുന്ന സമയത്ത് അവർ ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ടാക്കിയിട്ടുണ്ട്, വലിയ രീതിയിൽ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇവിടുത്തെ ക്രിസ്ത്യാനികളെ. അവസാനം അവരുടെ യൂണിയൻ ജാക്ക് താഴ്ത്തിയിട്ട് അവരുടെ ഇന്ത്യൻ പതാക കയറ്റുന്ന സമയത്ത് കണ്ണീര് പൊഴിച്ചും കൂടെ ക്രിസ്ത്യാനികളാണ്. കാരണം അവർ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തിട്ടില്ലല്ലോ. സ്വാതന്ത്ര്യ സമരം വെച്ചാൽ ബ്രിട്ടീഷുകാർക്കെതിരെയുള്ളതായിരുന്നു. പിന്നെ ആനി ബെസൻ്റ് ഉണ്ട്. ആനി ബെസൻ്റ് ആധ്യാത്മിക പ്രഭുവായിരുന്നു, ആധ്യാത്മിക പ്രഭ്യയായിരുന്നു. അവർ ജിദ്ദു കൃഷ്ണമൂർത്തിയുടെ അനുയായിയായിരുന്നു, അല്ലാതെ ക്രിസ്ത്യാനിയല്ല. ഇവിടെ വന്ന് ഇവിടുത്തെ സംസ്കാരമായിട്ട് വലിയ രൂപത്തിൽ C.F. ആൻഡ്രൂസ് ഗാന്ധിയുടെ ശിഷ്യനായിരുന്നു. അങ്ങനെ ഒറ്റപ്പെട്ട ആൾക്കാരില്ല എന്നിപ്പോൾ പറയാൻ പറ്റില്ല. അവ വളരെ ഒറ്റപ്പെട്ടതാണ്, 10,000-1 അത്രമാത്രം. പക്ഷെ വ്യാപകമായ രീതിയിൽ ഇവരെല്ലാവരും ബ്രിട്ടീഷുകാരുടെ കാൽ നക്കികളായിരുന്നു. ഏതെങ്കിലും ഒരു അരമനയിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പള്ളിയിൽ നിങ്ങൾക്ക് ചെന്നാൽ, അവരുടെ ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂഷനിൽ, കോളേജിലടക്കം ചെന്ന് കഴിഞ്ഞാൽ ഗാന്ധിയുടെ ഫോട്ടോ കാണും? കാണില്ല. അവർക്ക് ദേഷ്യമാണ്, ഗാന്ധിയോട് ദേഷ്യമാണ് അവർക്ക്. കാരണം ബ്രിട്ടീഷുകാരുടെ ഒരു കളിയും ഗാന്ധിയുടെ അടുത്ത് നടന്നില്ല. ഗാന്ധി ഒന്നും പ്രതികരിക്കാൻ പോയില്ലല്ലോ. പ്രതികരിച്ചിരുന്നെങ്കിൽ അപ്പം തന്നെ ഷൂട്ട് ചെയ്ത ആളുടെ പണി കഴിച്ചേനെ. പ്രതികരിക്കാൻ പോയില്ലല്ലോ. പക്ഷെ പ്രതികരിച്ച് ചുറ്റും നിന്നുള്ള ആൾക്കാരാണ്. അതുകൊണ്ട് ഇവിടെ നിലനിൽക്കാൻ പറ്റാണ്ട് പോയതാണ്. അല്ലാണ്ട് നമുക്ക് ദാനം നൽകിയതൊന്നുമല്ല ഇത്. അവിടെ അവർക്ക് ഭയങ്കര ദേഷ്യമുണ്ട് അവരോട്. അപ്പോൾ ബ്രിട്ടീഷുകാരിവിടുന്ന് പോകുന്ന സമയത്ത് ഇവരാണ് കരഞ്ഞത്. ഇത് ബ്രിട്ടീഷ് ഇന്ത്യയായിട്ട് നിലകൊള്ളുന്നു കരുതിയവരാണ് അവർ. അപ്പം അതൊക്കെയും പോയി ഇവിടെ ചുരുങ്ങി ഒരേ മൂലയ്ക്കൽ വീണു. അപ്പോൾ അവിടെ
മറ്റേ വടക്ക് കിഴക്കേ ഏരിയയിൽ ചില ഏരിയകളിൽ ഇവരവിടെ തന്ത്രപൂർവ്വം അവിടെ ഡൊമിനേറ്റ് ചെയ്തിരിക്കുകയാണ്. ഒരു സന്യാസിക്കൊന്നും അങ്ങോട്ട് പോകാൻ പറ്റില്ല. രാമകൃഷ്ണ മിഷൻ മാത്രം അവിടെ പ്രവർത്തിക്കുന്നത്, അവർ പോലും പുറത്തിറങ്ങില്ല. നാഗാലാൻഡിലൊക്കെ അതാ സ്ഥിതി. ആ സ്ഥിതി കേരളത്തിൽ കൊണ്ടുവരാൻ ശ്രമിച്ചു, അത് നടന്നില്ല. റാഞ്ചിയിൽ എല്ലാ കെട്ടിടങ്ങളും ഇവരെ സ്വന്തമാക്കി മാറ്റാൻ ശ്രമിച്ചു, അതെല്ലാം കൂടി തല്ലി പൊളിച്ച് കളഞ്ഞു. ഇവർ സംഖ്യകൾ കൂടിയിട്ട് ക്രിസംഖ്യകളുടെ തലമണ്ട അടിച്ചു പൊളിച്ച് കളഞ്ഞു അവിടെ. അപ്പോൾ അവിടുത്തെ ഡോമിനേഷൻ നിന്നുപോയി. ഇവരെ സംബന്ധിച്ചിടത്തോളം ഇനി മൂന്നാം ലോകമഹായുധം ഉണ്ടാകും, ഉണ്ടായിക്കഴിഞ്ഞാൽ എല്ലാം തകരും, നമ്മളുടെ പള്ളികൾ അവശേഷിക്കും, നമ്മൾ അവശേഷിക്കും. യുദ്ധമുണ്ടായിക്കഴിഞ്ഞാൽ മേൽക്കൂര ഇങ്ങനെ കാണുന്ന ആ പള്ളികൾക്കകത്ത് പോയിട്ട് ഇരുന്നോളാനാണ് പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ ചുറ്റും കൂടി നിന്നോളാനാണ് പറഞ്ഞിട്ടുള്ളത് അവിടുത്തെ ക്രിസ്ത്യാനികളോട്. അതിനാണ് സ്കൂൾ കെട്ടിടങ്ങളൊക്കെയും പണിതിട്ടുള്ളത്, കോൺവെൻറ്റുകൾ ചേർത്ത് പണിതിട്ടുള്ളത്. അപ്പോൾ അവിടെ ഒരു യുദ്ധം വന്നു കഴിഞ്ഞാൽ, അവിടെ ലോകമഹായുദ്ധം വന്നു കഴിഞ്ഞാൽ അതിൻ്റെ അതീശത്വം അമേരിക്കയ്ക്കെന്നാണല്ലോ വെപ്പ്. ഫ്രാൻസിനും അമേരിക്കയ്ക്കും ഇംഗ്ലണ്ടിനും എന്നൊക്കെയാണല്ലോ വെപ്പ്. അപ്പോൾ ഇവരെല്ലാവരും കൂടി പള്ളിമേടയിൽ വന്ന് താമസിക്കും. പള്ളിയിലും അതിൻ്റെ ചുറ്റുമുള്ള സ്ഥലത്ത് വന്ന് അവിടുത്തെ ക്രിസ്ത്യാനികൾ താമസിക്കും. അപ്പം ഇങ്ങനെ മറ്റേതിങ്ങനെ എന്തായാലും ബോംബ് വർഷിച്ചുകൊണ്ട് ഇങ്ങനെ പോവുകയാണ് ഫ്ലൈറ്റ്. അപ്പോൾ ബോംബിടുന്ന ആൾ പറയും, ബോംബ് തൊഴിലാളി അയാൾ പറയുന്നത് അവിടെ ബോംബിടുന്ന കേട്ടോ, അതെ അവിടെ പള്ളിയുണ്ട്, ഇവിടെ ബോംബിടുന്ന കേട്ടോ, ഇവിടെ പള്ളിയുണ്ട്, അവിടെ ബോംബിട്ടു, അവിടെ ഒരു അമ്പലമാണ്, ഇവിടെ മോസ്കാണ്, അവിടെ ബോംബിട്ടോ, ഇവിടെ ഇട്, ഇവിടെ പള്ളി ഇതുണ്ട്, ഇവിടെ ഇടരുത്, സ്റ്റോപ്പ്, ഇവിടെ ഇടരുത്, ഇവിടെ പള്ളിയുണ്ട്, കുരിശ് കാണാനുണ്ടെന്ന്. മറ്റുള്ളവർ മുഴുവൻ നശിപ്പിച്ചിട്ടായാലും നമുക്ക് നന്നാവണം. അതിന് വേണ്ടിയിട്ടാണ് പള്ളിക്കെട്ടിടങ്ങൾ ഇങ്ങനെ പണിത് വെച്ചിട്ടുള്ളത്. ഈ രഹസ്യം നിങ്ങളാരെങ്കിലും കേട്ടിട്ടുണ്ടോ? ഇതൊരു പച്ചപ്പരമാർത്ഥമാണ്. അപ്പോൾ ആലോചിച്ച് നോക്കുക. ഇപ്പോഴേ അവർ മറ്റുള്ളവരെ മുഴുവൻ നശിപ്പിച്ചിട്ട് തങ്ങൾക്ക് നേരെയാവണം, തങ്ങളുടെ സ്വാർത്ഥ താല്പര്യ സംരക്ഷണം അതുമാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് അവർ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നത് നോക്കുക. ആഫ്രിക്കയിലൊക്കെ ഇട്ട് മറക്കുകയാണ് അവിടുത്തെ. തിരിച്ച് അവർക്ക് എല്ലാവർക്കും കൂടി പാൽപ്പൊടി നൽകി അവരുടെ ഭൂമി മുഴുവൻ സ്വന്താക്കി. എന്നിട്ട് എല്ലാവരും അതിന് ബൈബിൾ കൊടുത്തു, ഇത് കയ്യിൽ വെച്ചോന്നും പറഞ്ഞു. എന്നിട്ട് അവിടുത്തെ ഭൂമി മുഴുവൻ ഇവർ സ്വന്താക്കി. അത് വേറെ കേസ്, ഞാനിതിങ്ങനെ പറഞ്ഞു എന്ന് മാത്രം. അപ്പോൾ ഇനി നിങ്ങൾ ശ്രദ്ധിക്കുക, പള്ളിയുടെ കൺസ്ട്രക്ഷൻ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോ കേട്ടോ. നമസ്കാരം.